السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരുപാട് ആൾക്കാർ കമന്റിലൂടെയും ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം, പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നമുക്കെല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം തറാവി നിസ്കാരം ഞാൻ നിസ്കരിച്ചു, ഇമാമോട് കൂടി തറാവി നിസ്കാരം നിസ്കരിച്ചു, വിത്റും നിസ്കരിച്ചു. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിത്ർ നിസ്കരിച്ചതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിത്റിനെ രാത്രിയുടെ അവസാന ഭാഗം അവസാനത്തിലാക്കുക. അപ്പൊ നിങ്ങൾ വിത്ർ നിസ്കരിച്ചതിന് ശേഷം തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് ഒരിക്കലും ശരിയല്ല. ഇനി നിങ്ങൾ ആദ്യം എന്താക്കാം, വിത്ർ നിസ്കാരം നിസ്കരിക്കാതെ പള്ളിയിലുള്ള ജമാഅത്തിലേക്ക് കൂടാതെ, ആ വിത്ർ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ കൂടാതെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക, അവസാനം വിത്ർ നിസ്കരിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം തോന്നിയതുപോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവരുടെ കിതാബിന്റെ അകത്ത് എന്ത് പറഞ്ഞു? ഇതാ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അതിന്റെ ശറഅടക്കം വിശദീകരിക്കുന്നത് കാണാം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫറഉൻ യുസന്നു ലിമൻ വസഖ ബി യഖ്ലതിഹി ഖബ്ലൽ ഫജ്രി ബിനഫ്സിഹി. ഒരാൾ സ്വന്തം നഫ്സിൽ അവൻ തന്നെ സുബൈക്ക് മുമ്പ് ഉണരുമെന്നുള്ള ഉറപ്പുള്ള ഒരുത്തനിക്ക് സുന്നത്താണ്. സുബൈക്ക് മുമ്പ് ഞാൻ ഉണരും, സമയം കൊടുക്കുന്ന എനിക്ക് മുമ്പ് ഉണരും എന്ന് ഉറപ്പുണ്ട്. ഔ ഗൈരി, അല്ലെങ്കിൽ മറ്റൊരാൾ അവനെ വിളിച്ചുണർത്തും എന്ന് ഉറപ്പുണ്ട്. എന്നാൽ അയ്യുഅഖിറൽ വിത്ര, വിത്റിനെ പിന്തിക്കണം. കുല്ലു വിത്റെല്ലാം പിന്തിക്കണം, അതാണ് സുന്നത്ത്. ലത്തറാവി, തറാവി നിസ്കാരമല്ല. എന്നിട്ട് പറയുന്നു, വൈം ഫാദത്തിൽ ജമാഅത്തു ബിത്തഖീരി ഫി റമളാൻ. റമളാൻ മാസത്തിൽ പിന്തിക്കൽ കൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടു എങ്കിലും ശരി. എന്നാൽ വിത്റിന് എന്താക്കണം, പിന്തിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. കാരണം ഹദീസിലുണ്ടല്ലോ, ലിൽ ഖബരി ശൈഖൈനി, ശൈഖൈന്റെ ഹദീസിലുണ്ട്, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈൽ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ അവസാനം നിങ്ങൾ ആക്കുക. എന്തിനെ? വിത്ർ നിസ്കാരം. ഇങ്ങനെയുണ്ട്. ആർക്ക്? രാത്രിയിൽ ഉണരുമെന്നുള്ള ഉറപ്പുള്ള ഒരുത്തനിക്ക് സുന്നത്ത് വിത്ർ അവസാനത്തിലാക്കല്. അത് ജമാഅത്ത് നഷ്ടപ്പെട്ടെങ്കിലും ശരി റമളാനിന്റെ. എന്നാൽ അവിടെ നിന്ന് കുറച്ചും താഴ്ഭാഗത്ത് പറയുന്നുണ്ട്, വഖീല, പറയപ്പെട്ടു, അല്ലാഹുവിലെ ഏറ്റവും നല്ലത് മുത്തലക്കായ നിലക്ക് വിത്ർ നിസ്കാരത്തിന് പിന്തിക്കൽ സുന്നത്തുണ്ട്. അത് ഉണർന്ന് ഉറപ്പുണ്ടെങ്കിലും ഉണരുന്നില്ല ഉറപ്പില്ലെങ്കിലും എന്ത്, വിത്റിനെ പിന്തിക്കൽ എന്തുണ്ട്, പിന്തിക്കാൻ വേണ്ടി പറ്റും, കയ്യിലയാണ്. എന്നാൽ അവിടെ പറയുന്നത് കാണാം, എന്നിട്ട് സുമ്മയനാമോ, പിന്നെ എണീക്കണം, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കണം. ഇതിനിക്കും ഹദീസുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞത്
ആദ്യം ഒരാള് എന്താക്കുക, വിത്തറിന് അവസാനമാക്കുക, പിന്നെയാണ് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. ഇതിനിക്കും ഹദീസ് പറഞ്ഞു. ഇനി അങ്ങനെയല്ല, വിത്തർ നിസ്കാരം എന്താകുന്നുണ്ട്, മുന്തിച്ചിട്ട് ഇമാമോട് കൂടി നിസ്കരിക്കുന്നുണ്ട്, പിന്നെയാണ് അവൻ എന്താകുന്നുണ്ട്, തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അന്നൂതിറ ഖബല അന്നനാമ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാൻ വേണ്ടി. ആരോട് പറഞ്ഞിട്ടുണ്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. രണ്ട് ഹദീസ് ഉണ്ട് ഇവിടെ. ഒരു ഹദീസിൽ പറയുന്നു വിത്ർ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. പിന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട് വിത്ർ നിസ്കാരം അതിന്റെ അവസാന ഭാഗത്തിലാക്കണം. ഇവിടെ രണ്ട് ഹദീസ് ഉണ്ട്. ഏതിനെയാണ് നമ്മൾ ഇപ്പൊ കുറെ ആള് തറാവി നിസ്കാരം നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിക്കാറില്ല. അവർ എന്താകുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അവസാന ഭാഗത്തിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വഖദ് കാന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു യൂതിറു ഖബല അൻ യനാമ, ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിസ്കരിക്കുമായിരുന്നു. പിന്നെയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ആരെ പതിവ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പതിവ്. എന്നിട്ട് സുമ്മയഖൂമു, പിന്നെ എണീക്കും, വയതഹജ്ജദു, തഹജ്ജുദ് നിസ്കരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടുവരുന്നത് ആദ്യം വിത്ർ നിസ്കരിക്കും, പിന്നെയാണ് എന്താക്കേണ്ടത്, തഹജ്ജുദ് നിസ്കരിക്കുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യം എന്താകും, വിത്ർ നിസ്കരിക്കും, പിന്നെയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഈ ചർച്ച, ഈ സംഭവം എത്തി. എന്നിട്ട് ഫഖാല ഹാദാ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഖദ ബിൽ അസ്മ കൊണ്ടാണ് അവിടെ പിടിച്ചത്. അവിടെ യാനത്തിൽ പറയുന്നത് കാണാം, ബിൽ ഇഹ്തിയാതി, സൂക്ഷ്മതയാണ്. ഉണരുമെന്ന് ഉറപ്പില്ലല്ലോ, ഉണരുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടെങ്കിലോ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യം വിത്ർ നിസ്കരിക്കും, പിന്നെയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഉണരുന്നത് ഉറപ്പില്ലല്ലേ, സൂക്ഷ്മത അതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നത് എങ്ങനെ? ആദ്യം എന്ത് നിസ്കരിക്കും? ഉറങ്ങുന്നതിന് മുമ്പ് എന്താകും? ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താകും? തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമാണ് എന്താകുന്നത്? വിത്ർ നിസ്കരിക്കുന്നത്. തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചിട്ടാണ് വിത്ർ നിസ്കരിക്കുന്നത്. അതിനൊക്കെ പറയുന്നത് യാനത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ പിടിച്ചത് ഖുവത്ത് കൊണ്ടാണ്. ഖുവത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞതുപോലെയല്ലേ കേൾക്കുന്നത്, ഉണരുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ചർച്ചയുണ്ട്. എന്നാൽ ഏറ്റവും മുഖ്താർ, ഏറ്റവും നല്ല അഭിപ്രായം ഏതാണ് നല്ലത്? വഖദ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെയ്തത് മിസ്ല ഫിഅൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തതുപോലെ ചെയ്തു. എന്താക്കുന്നുണ്ട്? ആദ്യം വിത്ർ നിസ്കരിക്കും, പിന്നെയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ശരിയാകും, ഹദീസുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹു തആല, അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്യുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താകുന്നുണ്ട്? ആദ്യം എന്താകുന്നുണ്ട്? തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, പിന്നെയാണ് എന്താകുന്നത്? വിത്ർ നിസ്കരിക്കുന്നത്. എന്നാൽ ഖാല ഫിൽ വസീത്ത് എന്നുള്ള കിതാബിൽ പറഞ്ഞു, വഖ്താറ ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മുഖ്താറാക്കിയത് വസീത്ത് ഗസാലി ഇമാമിന്റെ കിതാബാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തതാണ് ഏറ്റവും നല്ലത്, നല്ല അഭിപ്രായം. മുഖ്താറാക്കിയത് അതാണ്. എന്താ? അതുകൊണ്ട് വിത്തറിന്റെ നിസ്കാരത്തിന്റെ അത് ജമാഅത്തിൽ കൂടാ.
റമളാൻ തറാവി കഴിഞ്ഞതിന് ശേഷം വിത്ർ നിസ്കാരത്തിൽ ജമാഅത്ത് കൂടാ, എന്നിട്ട് പിന്നെന്താക്കാം, തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാം. അത് ശരിയാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടും റിപ്പബ്ലിക്കിന്റെ നേതാവായ രണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അഭിപ്രായം നബിതങ്ങൾ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അതാണ് നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാള് വിത്ർ നിസ്കാരം നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചാൽ അത് സഹിയാവൂല എന്ന് പറയാൻ വേണ്ടി പറ്റൂല, ഒരിക്കലും പറ്റൂല. ഇയാനത്തു ത്വാലിബീൻ 253-ാമത്തെ പേജിൽ ഉടനീളം വിശദീകരിച്ചത് കാണാം. എന്നാൽ ഉമർ റളിയല്ലാഹു തആലാന്റെ അഭിപ്രായം എടുക്കാം, അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ അഭിപ്രായം എടുക്കാം. എന്നാൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ അവിടെ മുഖ്താറാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന് ചെയ്തതാണ് ഏറ്റവും നല്ലത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.